ഉമ്മാന്റെ കുടുംബത്തിലുള്ള കസിന്റെ മകന്റെ കല്യാണമാണ് കൈസ്. ഒരു ഹായ് പറയൂ, പേര് പറയൂ. എന്തായാലും ഹിലമോളേക്ക് ഭയങ്കര സന്തോഷം. ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. മനപ്പുരുത്തം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫൈക്കാക്കുന്റെ വായി ഇന്നലെ ഒരു പള്ളം നിറയെ കേട്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുട്ടി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരി വിശേഷങ്ങൾ, സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നും മറ്റൊരു മാരേജ് വ്ളോഗാണ്, കേരള വെഡ്ഡിങ് വ്ളോഗാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഉമ്മാന്റെ കുടുംബത്തിലുള്ള കസിൻ്റെ മകൻ്റെ കല്യാണമാണ് കൈസ്. അപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്തുള്ള കൊളപ്പറമ്പുള്ള അലയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പം വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ പറയട്ടെ, വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമൻ്റ് ആക്കിയിട്ടിടണേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അലയൻസ് ഓഡിറ്റോറിയത്തിനകത്തേക്ക് വന്നപ്പോഴുള്ള ഒരു ലുക്ക്. ചെക്കനും പെണ്ണും സ്റ്റേജിൽ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ചെന്നതിന് ശേഷം ഒരുപാട് പേര് ഫോട്ടോ സെഷൻ ഇതിനെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. നമ്മൾ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഹോളിനകത്ത് കുഞ്ചു തിരക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചാണ് വന്നപ്പോൾ ഐഡിയസ് ഓഡിറ്റോറിയം കണ്ട് നിറഞ്ഞു. വൈക്കാക്ക് പുറത്തുണ്ടാവും, ആരെ കോള് വന്നിരുന്നു, അപ്പം അങ്ങനെ പോയി. ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് ഫൈക്കാക്കു എവിടെ ഉണ്ടെന്ന്. ഫൈക്കാക്കുവിന് എന്തോ ഒരു കോള് വന്നിട്ട് പുറത്ത് നിന്ന് ആശാൻ അകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പം അതാണ് കേട്ടോ. അപ്പം നമ്മൾ എത്തിയ ഉടനെ തന്നെ എല്ലാവരും നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ് താഴത്തേക്ക്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെന്ന വ്യൂ, പുതുവെണ്ണീനെയും പുതിയാപ്പളിനെയും ഇങ്ങനെ ഒരു ചെറിയ വ്യൂ എടുത്തതാണ്. പിന്നെ ഗോഡൗണിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള സീറ്റ് തെരച്ചിലുള്ള പരിശ്രമത്തിലാണ്. വ്ലോഗിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ഹായ് പറയൂ, പേര് പറയൂ. കാപ്പ് സ്കൂളല്ലേ. അപ്പം മൈ ഡിയേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഹിലക്കുട്ടീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിലക്കുട്ടീനെ ഞാൻ കാപ്പ് സ്കൂളിൽ ക്ലാസ് എടുത്തപ്പോൾ ആ മോളും ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഹിലമോളേക്ക് ഭയങ്കര സന്തോഷം. ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതാ നമ്മൾ 2 ടൈപ്പ് ഓഫ് ചോറുണ്ടായിരുന്നു. ഞാനൊരു ബിരിയാണി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഒരു രാസാവ് സ്മെല്ലാണെങ്കിലും നമുക്കത് കയ്യിൽ വെച്ച് നടക്കാൻ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൈയൊക്കെ വാഷ് ചെയ്ത് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നോക്കും. എനിക്ക് ഇന്നത്തെ ഒരു ടെൻഷൻ എന്താ വെച്ചാൽ ഇനി ബേബി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾക്കുള്ള ഫുഡും കൂടെ കൊടുക്കണം. അത് കുപ്പിയിലാക്കി സഞ്ചിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കഴുകാൻ വേണ്ടി നോക്കുവാണ്. പിന്നെ എന്തിനൊക്കെയോ നമ്മുടെ കൽക്കണ്ടം തന്നെയല്ലേ പറയുക അതിന്, പഞ്ചസാരക്കട്ടൊക്കെ കൽക്കണ്ടം, അതൊക്കെ ഇനി ബേബിക്കൊക്കെ കൊടുത്ത് നമ്മളിവിടെ വന്നിരുന്നപ്പോൾ ഗോയ്സ്, ഇതാണ് നമ്മുടെ റസൽ ബ്രോട്ടോ. റസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ അനിയത്തി, അതായത് മാളുമേമയുടെ മോനാണ് കേട്ടോ. ചെക്കനെ കല്യാണം നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നല്ല പുതുപെണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ ആലോചനകൾ സ്വീകരിക്കുമെന്ന് അവൻ പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം ബേബീസ് 2 പേരും ഇതാ ഇവിടെ ഇങ്ങനെയാണ്. ഇന്ന് എന്താ അറിയില്ല കൈസ്, ഫൈക്കാക്കും ബേബീസും വലിയ മാച്ച് ചെയ്ത പോലെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടതല്ല കേട്ടോ, ഇട്ട് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോയി. അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇതാണ് കൈസ് മനസ്സ് എന്താണ് എന്തൊരു സംഭവം പറയല്ലോ, മനസ്സുകൊണ്ട് നമ്മളെ വിചാരിച്ചു കഴിഞ്ഞാൽ മനപ്പൊരുത്തം. അതന്നെ, ആ ഒരു വാക്കാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഞാനും എവിടേക്കോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് തോന്നുന്നു. എൻ്റെ ഡ്രസ്സിൽ സ്റ്റോൺസൊക്കെ വൈറ്റ് ആയിട്ടൊക്കെ കൂട്ടുകയാണെങ്കിൽ ഞാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അങ്ങനെയൊക്കെയാണ് കഥകൾ. അങ്ങനെ കണ്ടോ, ഇപ്പം തിരക്കൊന്നും കൂടെ കൂടിയിട്ടോ. നല്ല യമണ്ടൻ പാട്ടൊക്കെ ഓഡിറ്റോറിയത്തിൽ പ്ലേ ആകുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്കത് പ്ലേ ആക്കാൻ നിവൃത്തിയില്ല ഗൈസ്. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് മടുത്തപ്പോൾ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബേബീസിൻ്റെ കൂടെ എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇനി ബേബി ആകെ ഇങ്ങോട്ട് ചെമത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസൊക്കെ ഇങ്ങോട്ട് ചുവന്നിട്ടുണ്ട്. കാരണം ഭയങ്കരമായ ചൂടല്ല, ചൂട് സഹിക്കാൻ വയ്യാണ്ട് മുഖത്ത് ചുടുകുരു പൊന്തിയ പോലെ എന്തിനൊക്കെയോ ഉണ്ട്. അതോ ഇനി ഞാൻ ഇന്നലെ ഫേസിൽ തേച്ച് കൊടുത്ത ക്രീമിൻ്റെ റിയാക്ഷൻ ആണോ എന്നറിയില്ല. ഫൈക്കാക്കുവിൻ്റെ വായിൽ ഇന്നലെ ഒരു പള്ളം നിറയെ കേട്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുട്ടീൻ്റെ മുഖത്ത് ക്രീം എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ലുക്കിന് തേച്ച് കൊടുത്തതാണ്. ഇനി മേലാ ഞാൻ തേക്കൂല എന്നല്ല ഞാൻ 10 പ്രാവശ്യം ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഇനി ബേബിനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ച് ചിരിപ്പിച്ച് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്കിത് അങ്ങനെ കുപ്പിയിലൊക്കെയാണ് ഫുഡ് കൊണ്ടുവരാറുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോണ്ട് നമ്മുടെ ഷനൂബ് ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷനൂബ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ബ്രോ ആണ്, എളാപ്പാൻ്റെ മോനാണ് കേട്ടോ ഫൈക്കാക്കുനെ. അപ്പോൾ ഇവമോള് ചങ്കും കൊടലും കരടൊക്കെ ആയതുകൊണ്ട് ഈ ഷനൂബിൻ്റെ കൂടെ ഇവമോള് പോകുന്നു. അങ്ങനെ പിന്നെ ഞാനും ഫൈക്കാക്കും ഇനി ബേബിയും ഉമ്മയും മാത്രം തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ റസലും മാളുമേമയും അവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ വേറെ വണ്ടിയിലാണ് ഗൈസ്. അപ്പം നമ്മളെ വണ്ടിയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഈ വഴിക്കും, അവർ വണ്ടിയിലുള്ള ആളുകൾ ആ വഴിക്കും പോയി.
അങ്ങനെ വണ്ടി കുറച്ച് അപ്പുറത്താണ് ഉള്ളത് ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ഇഞ്ച് പോലും കാല് കുത്താൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വണ്ടി പുറത്തായിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ കല്യാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു നല്ല കല്യാണമായിരുന്നു. അലയൻസ് 4 ദിവസമായിട്ട് അടുപ്പിച്ച് കല്യാണമായിരുന്നു ഗൈസ്. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4. അതിൽ 3 ഉമ്മാൻ്റെ കുടുംബത്തിലെ കല്യാണം, 1 നമ്മുടെ അയലൂൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും